എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലൂടെ ഒരു സന്തോഷ വാർത്ത എല്ലാവരോടും പങ്കുവയ്ക്കുകയാണ്. ഉറുമ്പിക്കര യാത്രക്കാരായ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു വാർത്ത, അതുപോലെ തന്നെ ഈ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർക്കും ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്ന ഒരു വാർത്ത. 2021 ഒക്ടോബർ 16 മഹാപ്രളയത്തിലും ഉരുൾപൊട്ടലിലും തകർന്നുപോയ ഏന്ത്യാർ പാലത്തിന് പകരം പുതിയ പാലം പണി തുടങ്ങി. ഏതാണ്ട് ഒരു വർഷം കൊണ്ട് പണി തീരാറായിരിക്കുന്നു. പാലം പണി അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏന്ത്യാർ പാലമാണിത്. മുൻകൈയെടുത്ത് ഏന്ത്യാറിലെ നജീവണ്ണൻ പണിത നടപ്പാലമാണിത്. കൊക്കയാർ പഞ്ചായത്തിലെ ഏന്ത്യാർ ഈസ്റ്റ്, മുക്കളം, ഉറുമ്പിക്കര, വടക്കേമുല, കനകപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് വാഹനത്തിൽ ഏന്ത്യാറ്റിൽ എത്താൻ ഏന്ത്യാർ ഈസ്റ്റിൽ നിന്നും ഇളങ്കാട് വഴി 5 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം. ഈ പാലം പണി തീരുന്നതോടെ ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് യാത്രാ ദുരിതം അവസാനിക്കും. അതുപോലെ വിനോദസഞ്ചാരികളുടെ പരദേശിയായ ഉറുമ്പിക്കരയിലെത്താൻ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വളരെ എളുപ്പമാകും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നജീമണ്ണൻ്റെ നേതൃത്വത്തിൽ ഏന്ത്യാറ്റിൽ പണിത നടപ്പാലമാണ്. ഏന്ത്യാർ ഈസ്റ്റ്, മുക്കളം, ഉറുമ്പിക്കര, വടക്കേമല, കനകപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങൾ ഇപ്പോൾ കാൽനടയായി ഈ പാലത്തിലൂടെ കടന്നാണ് ഏന്ത്യാറ്റിൽ എത്തിച്ചേരുന്നത്. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ വാഹനത്തിലൂടെ ഇളങ്കാട് വഴി 5 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് ഏന്ത്യാറ്റിലെത്തും. കഴിഞ്ഞ വർഷം ആരംഭിച്ച പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലം കോൺക്രീറ്റ് കഴിഞ്ഞതോടുകൂടി അതിൻ്റെ മുകൾ വശത്തുള്ള 4 ഇഞ്ച് കോൺക്രീറ്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണിയുടെ വേഗത അനുസരിച്ച് ഏതാണ്ട് ജൂൺ മാസത്തോടുകൂടി ഇതിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതാണ്ട് 2-2.5 വർഷക്കാലം വേണ്ട നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും അപേക്ഷകൾക്കും എല്ലാം ഫലമായിട്ട് ജനപ്രതിനിധികളുടെ ശക്തമായ ഇടപെടലുണ്ടായി. അതിനുശേഷം വളരെ വേഗത്തിലാണ് പണികൾ നടന്നത്. സമരം നടത്താൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചവർക്കും സമരത്തിൽ പങ്കെടുത്തവർക്കും ഈ പാലത്തിൻ്റെ പണി തീർന്ന് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രധാന കോൺക്രീറ്റിന് തൊട്ട് മുകളിലായിട്ട് 4 ഇഞ്ച് കനത്തിലുള്ള കോൺക്രീറ്റിങ് നടന്ന് ആ വർക്കുകളാണ് നമ്മൾ കണ്ടത്. ആ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി പാലത്തിൻ്റെ ഇരുവശങ്ങളിലെയും കൈവരികളിലെ വർക്കുകളും അതുകൂടാതെ 2 സൈഡിലും മണ്ണിട്ട് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്യുന്ന വർക്കുകളുമാണ് അവശേഷിക്കുന്നത്. ആ വർക്കുകൾ എത്രയും പെട്ടെന്ന് തന്നെ തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മഹാപ്രളയത്തിന് ശേഷം നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണെങ്കിലും ഈ ഫണ്ട് അനുവദിച്ച തന്നെ സർക്കാരിനും അതുപോലെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ജനപ്രതിനിധികൾക്കും ഈ സമയത്ത് നമുക്ക് നന്ദി രേഖപ്പെടുത്താം. പാലം പണി പൂർത്തിയായി എല്ലാവരുടെയും യാത്രാ ദുരിതം മാറി എല്ലാവരും ജീവിത നിലവാരം മെച്ചപ്പെടുത്തി മുന്നോട്ട് വരട്ടെ എന്ന്
നമുക്ക് പ്രത്യാശിക്കാം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി എത്തിച്ചേരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല സുന്ദരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സുന്ദരമായ അടിപൊളിയുള്ള കാഴ്ചയാണ്. നല്ല അടിപൊളി നടപ്പാലം എന്ന് പറഞ്ഞാൽ സൂപ്പർ നടപ്പാലം കൊടുക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, പാലം പണി പൂർത്തിയാകുന്നതോടുകൂടി വിനോദസഞ്ചാരികളുടെ വരവിന് വളരെ വ്യത്യാസമുണ്ടാകും. അവരുടെ യാത്രാ ദുരിതം മാറും. അവർക്ക് അധികം കറങ്ങാതെ 5 കിലോമീറ്ററോടെ എളുപ്പത്തിൽ 10 കിലോമീറ്റർ എന്ന് വേണം പറയാം. 10 കിലോമീറ്റർ യാത്ര എളുപ്പമാണ്. എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ. എല്ലാവരും സന്തോഷത്തിൽ ഞാനും പങ്കാളിയാകുന്നു. നന്ദി, നമസ്കാരം.